സങ്കടത്തോടു കൂടിയുള്ള ഒരു മീറ്റിംഗാണ് ഇന്ന് ഈ ഹാളിൽ നടക്കുന്നത്. ഒരുപക്ഷെ രവിയേട്ടൻ ഓടി നടന്നുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഓരോരോ കാര്യത്തിലും നിഷ്കർഷത കാണിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തിക്ക് ഒരു വ്യത്യാസം വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഇവിടെ എവിടെയുണ്ടെങ്കിലും ഈ ഹാളിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമായിരുന്നു അദ്ദേഹം. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു വല്ലാത്ത വികാരമായിട്ട് ആൾ കണക്കാക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ കയറി വരുന്ന ഓരോരുത്തരെയും, ഓരോരോ അമ്മമാരെയും സഹോദരിമാരെയും പേരെടുത്ത് ചോദിച്ചുകൊണ്ട് ക്ഷേമമാണോ എന്ന് അന്വേഷിക്കുന്ന ഒരാളെ ഒരുപക്ഷെ ഈ മലബാറിൽ ഇനി അങ്ങനെ ഒരു നേതാവ് ഉണ്ടാവില്ല, ഞാൻ ഉൾപ്പെടെ ഒരാളുണ്ടാവില്ല. അത്ര ഗംഭീരമായിട്ട് അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് രവിയേട്ടൻ്റെത്. അത് ഈ വടകര ടൗണിലുള്ളത് മാത്രമല്ല, അത് കുറ്റ്യാടി വരെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഒരു ആവശ്യത്തിന് ഒരു ജാഥക്ക് കുറച്ച് ആൾക്കാർ വന്നാൽ, ഒരു ഘോഷയാത്രക്ക് ആൾക്കാർ വന്നാൽ, അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിൽക്കുന്ന ആളുകളെ രവിയേട്ടന് പരിചയമില്ലാത്ത ഒരാള് ആ ഒരു ശാഖകളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇനി പ്രവർത്തന മേഖലയാവട്ടെ, അദ്ദേഹത്തിന്റെ എല്ലാ ജോലി തിരക്കും മാറ്റി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നിട്ടിറങ്ങുന്നത്. ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വികാരമായിരുന്നു. ഈ വടകരയിൽ തന്നെ പലപ്പോഴും പലയിടത്തായി ഗുരുദേവ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊരു കെട്ടിടം വരുന്നതിനേക്കാളും മുന്നേ രവിയേട്ടനെ സംബന്ധിച്ചിടത്തോളം വടകരക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മന്ദിരം ഉണ്ടാവണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം അദ്ദേഹത്തിനുണ്ടായി. ഏത് രൂപത്തിലായാലും അതങ്ങനെ ഉണ്ടായ മതിയാവൂ എന്ന് പറയുന്ന രീതിയിലാണ് പുള്ളി ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ 5-6 വർഷം ഇതിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ സാഹചര്യം ഉണ്ടായി. അന്ന് ചിലരൊക്കെ കൃത്യമായിട്ട് എൻ്റെ വക ഗുരുമന്ദിരം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അദ്ദേഹം വഴിതെറ്റിച്ചു പോയ അവസ്ഥയുണ്ടായി. കാരണം എങ്ങനെയെങ്കിലും ഇത് ആവുമല്ലോ, ഒരാൾ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് ആരെങ്കിലും ഒരാൾ കൊടുക്കലല്ലേ, ഇതൊരു സമൂഹമായിട്ട് നമുക്കത് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതാണ് അതിൻ്റെ ശരി. പക്ഷെ ഞാൻ ഒരാൾ പറയുമ്പോൾ ഞാനിത് ചെയ്യാനാ, അതുകൊണ്ട് എന്തായാലും ഞാനിത് ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ മുന്നിട്ടിറക്കമാണ് ഇന്ന് നമുക്ക് ഇതുപോലെ ഇരിക്കുവാനുള്ള ഒരു ഇരിപ്പിടമായിട്ടത് മാറിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ആവട്ടെ, അന്ന് ഇതിന് കുറ്റിയടിക്കുന്ന ദിവസം ഈ കുറ്റിയടിക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, അവിടെ അങ്ങനെയെങ്കിൽ ആ വടകരയുള്ളവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഗുരുദേവ പ്രതിമ, പഞ്ചലോഹ പ്രതിമ ഞാൻ നൽകുന്നു എന്ന് പറയുന്ന ഒരു രീതി അന്നത്തെ ദിവസം ഇവിടെ തറക്കല്ലുന്ന ദിവസം തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ആ പ്രതിമ ഇവിടെ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം ആർക്കും എപ്പോഴും കയറി വന്നുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും സമർപ്പിക്കുവാനും ഈ ഹാളിലേക്ക് വരുന്നവരും ഈ ഓഫീസിലേക്ക് വരുന്നവരെയൊക്കെ ആ പ്രതിമക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ട് മാത്രം അവരവിടെ കാര്യത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിന് മുൻകൈ എടുത്തത് ശ്രീ PM രവീന്ദ്രൻ അവരാണ്. ഇവിടെ ആ കാര്യം പറയുമ്പോൾ ഈ PM കുടുംബത്തെ ആക്ഷേപിക്കാനും കുടുംബത്തെ അവഹേളിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ടായി. PM നാണു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനെ ഈ അവസരത്തിൽ നമുക്ക് ഒരു കാരണവശാലും മറക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം കൈപിടിച്ച് കൊടുത്ത ആളാണ് ശ്രീ PM രവീന്ദ്രൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക്. അദ്ദേഹം കൈപിടിച്ച് കൊടുത്തത് എൻ്റെ ഇളയനിയൻ ഇതാ ഈ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇവനിനി ഈ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് കൈപിടിച്ച് കൊടുക്കുന്നത്. ഈ വടകരയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ PM കുടുംബമാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഇതിന് ഈ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിയന്റെ യഥാർത്ഥ നാഥനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്.
തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനെയൊക്കെ സംയമനത്തോടു കൂടി നേരിടാനും അതോടൊപ്പം ഒരു തരത്തിലുള്ള ഒരു വിദ്വേഷവും കാണിക്കാതെ ആരോടെങ്കിലും പകപോക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ തനിക്ക് നേരെ വന്ന അമ്പുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ട ഒരു വ്യക്തിത്വമായിരുന്നു പി എം രവീന്ദ്രൻ എന്ന് നമ്മൾ അറിയണം.